BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഗസയ്ക്ക് അടിയന്തര സഹായം നൽകാനുള്ള ദേശീയ ക്യാമ്പയിനിനുള്ള നിർദ്ദേശവുമായി എംപിമാർ. ഇതിനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം എംപിമാർ പാർലമെന്റിൽ ഏകകണ്ഠമായി അംഗീകരിച്ചു. ഗസയിലെ തകർന്ന വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്ന ജനതയ്ക്ക് മാനുഷിക പിന്തുണ നൽകുന്നതിനും സഹായ സാമഗ്രികൾ എത്തിക്കുന്നതിനുമുള്ള അടിയന്തര നീക്കങ്ങൾ ദേശീയ തലത്തിൽ ക്യാമ്പയിൻ നടത്തി സജ്ജമാക്കണമെന്ന നിർദ്ദേശത്തിനാണ് അംഗീകാരം നൽകിയത്. പാർലമെന്റ് സെക്കൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ അഹമ്മദ് ഗരാദയും മറ്റ് 4 എംപിമാരുമാണ് ഗസയിൽ സാഹചര്യം മോശമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സഹായം നൽകാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. വർഷങ്ങളോളമുള്ള ബഹ്റൈന്റെ ഫലസ്തീൻ പിന്തുണ തുടരേണ്ട ആവശ്യകതയും അത് ഹമദ് രാജാവ് ഈസൽ ഖലീഫയെ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും എംപിമാർ ചൂണ്ടിക്കാട്ടി. തുടർ അനുമതികൾക്കായി നിർദ്ദേശം മേൽ കൗൺസിലിന് കൈമാറിയിരിക്കുകയാണ്. അറേബ്യൻ കടലിൽ നിന്ന് 2400 കിലോയിലധികം മയക്കുമരുന്ന് പിടികൂടി. ബഹ്റൈൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംയുക്ത ദൗത്യസേന ന്യൂസിലാൻഡിന്റെ നേതൃത്വത്തിലുള്ള CTF സേനയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന US കോസ്റ്റ് ഗാർഡ് ഫാസ്റ്റ് റെസ്പോൺസ് ഖത്തർ സേനയാണ് 2400 കിലോഗ്രാം വരുന്ന ഹാഷിഷ് പിടികൂടിയത്. കഴിഞ്ഞ ജനുവരിയിൽ പാകിസ്ഥാനിൽ നിന്ന് CTF 150 കമാൻഡർ സ്ഥാനം ന്യൂസിലാൻഡിൽ ലഭിച്ച ശേഷമുള്ള ആദ്യ ദൗത്യമാണിത്. പിടികൂടിയ മയക്കുമരുന്ന് അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം നശിപ്പിച്ചു. സംയുക്ത ദൗത്യസേന 150 എന്നത് 34 രാജ്യങ്ങളുടെ സഖ്യമായ സംയുക്ത മാരിടൈം ഫോഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബഹുരാഷ്ട്രീയ സഖ്യ നാവിക ടാസ്ക് ഫോഴ്സാണ്. ബഹ്റൈനിലാണ് ഇതിന്റെ ആസ്ഥാനം. ന്യൂസിലാൻഡാണ് നിലവിൽ ഇതിന്റെ കമാൻഡർ സ്ഥാനം. സമുദ്ര സുരക്ഷാ ഓപ്പറേഷനുകൾ നടത്തുക, ഭീകര പ്രവർത്തനങ്ങളെയും അനുബന്ധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കുക എന്നതാണ് CCTF 150ന്റെ പ്രധാന ദൗത്യം. കടൽ തീരത്ത് നടക്കുന്ന നിയമവിരുദ്ധമായ കടത്ത്, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയുടെ തടയുക എന്നതും ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. വിവിധ രാജ്യങ്ങളുടെ നാവികസേനകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംയുക്ത സംരംഭമാണ് അറേബ്യൻ കടൽ, അദൽ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രധാനമായി പ്രവർത്തിക്കുന്നത്. മുഹറ ഗവർണറേറ്റിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ സമ ബേ സന്ദർശകർക്കായി സജ്ജമാകുന്നു. മേഖലയിലെ മികച്ച സമുദ്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റാനുള്ള ഈ പദ്ധതി മുഹറക് ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാകുമെന്ന് ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ ജാഫർ ഐസൈറാഫി പറഞ്ഞു. 2022-26 ടൂറിസം നയങ്ങളുടെ പ്രധാന പദ്ധതികൾപ്പെട്ടതാണ് കടൽ തീരങ്ങളുടെയും സമുദ്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും വികസനം. ഇതിന്റെ ഭാഗമായാണ് സമ ബേയും വികസിപ്പിച്ചത്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആനന്ദകരമാക്കാൻ പാകത്തിലാണ് പദ്ധതിയുടെ രൂപകൽപ്പന. പ്രധാനമായും കുടുംബ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ നവീകരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ബീച്ച് ടൂറിസം, കായിക വിനോദ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ട സംയോജിത വിനോദസഞ്ചാര അനുഭവമാണ് പദ്ധതി പ്രദാനം ചെയ്യുന്നത്. മറാസി, ബഹ്റൈൻ, സമാബെ എന്നിവ മുഹറകിന്റെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ സൗന്ദര്യത്തെയും അതിന്റെ സമ്പന്നമായ സമുദ്ര പൈതൃകത്തെയും എടുത്തു കാണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ദ്വീപ് സമൂഹം എന്ന നിലയിൽ രാജ്യത്തെ സമുദ്ര ടൂറിസം വൈവിധ്യവൽക്കരിക്കേണ്ടതിന്റെയും വികസിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകത അവർ സൂചിപ്പിച്ചു. ഇത് വിദേശ വിനോദസഞ്ചാരികളെ ബഹ്റൈനിലേക്ക് ആകർഷിക്കുമെന്നും സാമ്പത്തിക ദർശനം 2030 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായ പദ്ധതിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഫാമിലി ടൂറിസം വികസിപ്പിക്കേണ്ടതിന്റെയും വൈവിധ്യമാർന്ന കായിക വിനോദ പരിപാടികൾ ഉൾപ്പെടുത്തി പൗരന്മാർക്കും വിനോദസഞ്ചാരികൾക്കും അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നതിനുമുള്ള മികച്ച പദ്ധതിയാണ് സമാബയെ കാണുന്നതെന്നും ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി CEO സാറ അഹമ്മദ് ബുഖേജി പറഞ്ഞു. കൂടാതെ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ, റെസ്റ്റോറന്റുകൾ, വിനോദ സൗകര്യങ്ങൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിക്കുമെന്നും കലാപരിപാടികൾ, ശില്പശാലകൾ, പരമ്പരാഗത വിനോദ പരിപാടികൾ, കുട്ടികൾക്കായുള്ള വിനോദ കേന്ദ്രങ്ങൾ എന്നിവ കൂടുതൽ ആകർഷണത്തോടെ സജ്ജീകരിക്കുമെന്നും സാറ അഹമ്മദ് ബുഖേജി പറഞ്ഞു. 2 കിലോമീറ്റർ ദൂരത്തിൽ 1,00,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് സമാബെ വ്യാപിച്ചു കിടക്കുന്നത്. ഒരേ സമയം 3000-ലധികം സന്ദർശകരെ ഉൾക്കൊള്ളാൻ പ്രദേശത്തിനാകും. 2 ഭാഗങ്ങളായാണ് പ്രദേശത്തെ ക്രമീകരിക്കുന്നത്. 1.5 കിലോമീറ്റർ വിസ്തൃതിയിൽ കടകൾ, കിയോസ്കുകൾ, സ്പോർട്സ് സെന്റർ, വാട്ടർ സ്പോർട്സ് സെന്റർ, ഫുഡ് ട്രക്കുകൾ എന്നിവ ഉൾപ്പെടുത്തും. 2ാം ഭാഗം 500 മീറ്ററിലായി ബീച്ചും റെസ്റ്റോറന്റുകളുമായാണ് സജ്ജീകരിച്ചത്. ബഹ്റൈൻ മലയാളി സീഡ് വാട്ടർ കൂട്ടായ്മ ഹർക്കിലിയ വിരുന്ന് 2025 സീസൺ 2 സ്നേഹസംഗമം മുഹറക് റാഷിദ് അൽ സയാനി മജ്ലിസ് ഹാളിൽ സംഘടിപ്പിച്ചു. ഹർക്കിലിയ ഹെസ്റ്റ് സംഘാടക സമിതി ചെയർമാൻ MK അബ്ദുറഹ്മാൻ പട്ല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു. ബഹ്റൈനിലെ വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനകളെ പ്രതിനിധീകരിച്ച് സുബൈർ കണ്ണൂർ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, സലീം തളങ്കര, ഷാഫി പറക്കട്ട, ചെമ്പൻ ജലാൽ, മണി മങ്ങാട്, സുനിൽകുമാർ, KT സലീം, അസൈനാർ കളത്തിങ്കൽ, KP മുസ്തഫ, അഹമ്മദ് കബീർ, PK ഹാരിസ് പട്ല, റിയാസ് പട്ല എന്നിവർ സന്നിഹിതരായിരുന്നു. കൈമുട്ടിപ്പാട്ട്, ഒപ്പന, നാടൻപാട്ട്, കമ്പുവലി മത്സരം, കുട്ടികൾക്ക് ഫൺ ഗെയിം തുടങ്ങിയ വിവിധ തരം കലാപരിപാടികളാൽ നിറഞ്ഞ സദസ്സിൽ വെച്ച് കുടിവെള്ള വിതരണ രംഗത്ത് 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട മുതിർന്ന മെമ്പർമാരെ ആദരിച്ചു. സ്വീറ്റ് വാട്ടർ കൂട്ടായ്മയുടെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഫണ്ട് ഉദ്ഘാടനം സാമൂഹിക പ്രവർത്തകൻ ഷാഫി പാറക്കട്ടയിൽ നിന്ന് പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ
റസാഖ് വിദ്യാനഗറിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സുലൈമാൻ തളങ്കൽ ഏറ്റുവാങ്ങി. യോഗത്തിൽ സംഘാടക സമിതി കൺവീനർ ഖലീൽ ആലമ്പാടി സ്വാഗതവും സീറ്റ് ഹാർക്കിലെ 2025 കമ്മിറ്റി ട്രഷറർ ഷാഫി ബഡ്കൻ നന്ദിയും പറഞ്ഞു. കനോലി നിലമ്പൂർ ബഹ്റൈൻ കൂട്ടായ്മ BMC ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച നിലമ്പൂർ പാട്ടുത്സവം ജനപങ്കാളിത്തം കൊണ്ടും ദൃശ്യമനോഹരമായ കലാപരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി. പ്രസിഡന്റ് അൻവർ നിലമ്പൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ജനറൽ സെക്രട്ടറി സുബിന്ദ സ്വാഗതം പറഞ്ഞു. മുഖ്യാതിഥിയായി പങ്കെടുത്ത ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ മേനൻ പാട്ടുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. BMC ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത്, സിനിമാ സീരിയൽ താരം ശ്രീലയ റോബിൻ, കോമഡി മിമിക്രി താരം നസീബ് കലാഭവൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി. ട്രഷറർ അനീസ് ബാബു ആശംസ നേർന്നു. ചാരിറ്റി കൺവീനർ റസാഖ് കരളായി, എന്റർടൈൻമെന്റ് സെക്രട്ടറിയും പ്രോഗ്രാം കൺവീനറുമായ വിജേഷ് ഉണ്ണിരാജൻ, എക്സിക്യൂട്ടീവ് മെമ്പർ നജീബ് കരുവാരക്കുണ്ട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്നരങ്ങേറിയ നസീബ് കലാഭവൻ കോമഡി ഫിംഗർ ഷോ, റിയാലിറ്റി ഷോ ഫീമുകളായ വൈഷ്ണവി, പ്രശാന്ത് സോളമൻ, ബഹ്റൈനിലെ മറ്റ് പ്രമുഖ ടീമുകളുടെ ഒപ്പന, ഡാൻസ് പെർഫോമൻസും, ടെലിവിഷൻ റിയാലിറ്റി ഷോ ഫെയിം അർജുൻ രാജ്, ആർട്ടിസ്റ്റ് ശ്രീലയ റോബിൻ, ടീം മീംബാങ്കിന്റെ ഗാനമേളയും തിങ്ങി നിറഞ്ഞ സദസ്സിനെ ആവേശത്തിലാഴ്ത്തി. അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ കാക്കനാട്ടെ ജയിലിൽ പ്രത്യേക സൗകര്യം ഒരുക്കി നൽകിയതുമായി ബന്ധപ്പെട്ട് ജയിൽ സൂപ്രണ്ടിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ. നടിക്ക് നേരെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിൽ ബോബി ജയിലിൽ കിടക്കുമ്പോഴാണ് സൂപ്രണ്ട് രാജു എബ്രഹാമിനെതിരെ ആരോപണങ്ങൾ ഉയർന്നത്. ഇൻഫോ പാർക്ക് പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്ത സാഹചര്യത്തിൽ ജയിൽ സൂപ്രണ്ട് നൽകിയ മുൻകാല ജാമ്യ ഹർജിയിലാണ് പോലീസ് നിലപാട് വ്യക്തമാക്കിയത്. തുടർന്ന് ഹർജിയിലെ തുടർ നടപടികൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അവസാനിപ്പിച്ചു. ജയിൽ DIG അജയ് കുമാറുമായി ചേർന്ന് ജയിൽ സൂപ്രണ്ട് ബോബി ചെമ്മണ്ണൂരിന് പ്രത്യേക സൗകര്യം ചെയ്തു നൽകിയെന്നായിരുന്നു ആരോപണം. ശബരിമലയിലെ വികസനത്തിന് മേൽനോട്ടം വഹിക്കാനും തീർത്ഥാടനത്തിന് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനും ശബരിമല വികസന അതോറിറ്റി വരും. മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ. ദേവസ്വം മന്ത്രി ഉപാധ്യക്ഷനും ഉന്നത ഉദ്യോഗസ്ഥൻ അംഗങ്ങളുമാകും. KU ജനീഷ് കുമാറിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി VN വാസവൻ നിയമസഭയെ അറിയിച്ചാണ് ഇക്കാര്യം. ശബരിമല റോപ്പ് വേ നിർമ്മാണത്തിനും നടത്തിപ്പിനും സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകി. റോപ്പ് വേ വരുന്നതോടെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചുമുള്ള ചരക്ക് നീക്കം ഇതിലൂടെയാകും. 4.53 ഹെക്ടർ വനഭൂമിക്ക് പകരം കുളത്തുപുഴയിൽ ഭൂമി അനുവദിച്ചു. വനം വകുപ്പിന്റെ ക്ലിയറൻസിന് പരിശോധന നടക്കുന്നു. 2050 വരെയുള്ള വികസന ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് മാസ്റ്റർ പ്ലാൻ. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.